അനാക്കൊണ്ട കണ്ടു നിങ്ങക്ക്. നമുക്കിനി അനാക്കൊണ്ട കാണാൻ പോവാം. ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും സൂയിൽ വന്നേക്കാണ്. ഡേ 2 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ കാണാനുണ്ട് അല്ലേ? അതെ ഗൈസ്, പാർട്ട് 2 നമുക്ക് ഇനി ഒരുപാട് മൃഗങ്ങളുടെ കാണാനുണ്ട്. അത് ഗാർഡനൊന്നും പോയില്ല. ഒരുപാട് ഗാർഡനൊക്കെ ഉണ്ട്. ഗാർഡനൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ അതൊക്കെ കാണാൻ നല്ല അടിച്ചിങ്ങനെ നിൽക്കുവാണ്. പിന്നെ പാമ്പുണ്ട്. പാമ്പിനെ പാമ്പാണ്. ആരി ആരി അമ്മ കാട്ടിലെ രാജാവിനെ നമ്മൾ കണ്ടെത്തി. നമ്മുടെ തൊട്ട് ഫ്രണ്ടില് നിൽപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞതിന് വന്നപ്പോൾ കണ്ടില്ല, മഴയായോണ്ട് ഇത്തവണ നമ്മൾ കണ്ടു ഗൈസ്. ഇപ്പൊ നമ്മൾ നേരെ കണ്ടു ഗൈസ്, ഒറ്റയ്ക്ക് കിടക്കുന്നു. കാണിച്ചിട്ട് ഗൈസ്, ഇവിടെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അടിപൊളിയായിട്ട് ഒരുപാട് പാരറ്റ്സും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര ഇവിടെ ഫുള്ളിങ്ങനെ കേൾക്കാൻ പോയി ഇങ്ങനെ കിളികൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഭയങ്കര വെയിൽ ഗൈസ്. നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കാം. കണ്ടാ ഗൈസ്? പറ വല്ലതും പറ. കിഴങ്ങ് കഴിക്കുന്ന മുള്ളമ്പന്നി ഗൈസ്. അത് കിഴങ്ങ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പറ. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് സ്വന്തമായിട്ട് ആ സാധനം പൊഴിക്കും. ഏത് പൊഴിക്കും? അതിന്റെ സ്പൈൻ. മുള്ള് മുള്ള് പൊഴിച്ച് രക്ഷപ്പെടും. ഓ, അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് അതിന് ഈ കോട്ടിങ് അല്ലേ? അതെ അതെ. ഈ മുള്ളു പോലെ ഇരിക്കുന്ന അതെന്തൊരു കഴിക്കുന്നത്? അത് കിഴങ്ങാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. ഇതിന്റെ മുള്ള് പൊത്ത് കയറിയ മരിച്ചു ഗൈസ്. നമ്മൾ പക്ഷികളുടെ ഇത് നമ്മൾ വിസിറ്റ് ചെയ്തു ഗൈസ്. ഇനി നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മളിന് നേരെ പോകുന്നത് വേറെ ചിത്രശലഭങ്ങളുടെ ലോകത്തേക്കാണ് ഗൈസ് പോകുന്നത്. അവിടെ ബട്ടർഫ്ലൈ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് പോകാം. ഗാർഡൻ പാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ടോ എന്താണുള്ള പൂക്കളോ എന്തുണ്ടെങ്കിലും നല്ല സീനറി ഉണ്ട്. നമുക്ക് നീ അവിടെ കുറച്ചൊക്കെ ഉണ്ട്. ആരി ഇഷ്ടപ്പെട്ട അമ്മ? ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് എൻ്റെ അമ്മയാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഇത്രയും പേരാണ് ഗൈസ്. എത്ര തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് മങ്കി പസിൽ നമ്മളവിടെ ഉള്ളതല്ലേ ഇത്. വൈറ്റ് ഫോർ റിംഗ്, ഗ്ലാസി ടൈഗർ, ബ്ലൂ ബോട്ടിൽ, ഇത്രയും തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളച്ചാട്ടം നടന്നു പോയാണ് അങ്ങോട്ട്. അടിപൊളി ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് അതിന് നിൽക്കാനായിട്ടുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്.
നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. നല്ല രീതിക്ക് മിസ് ചെയ്യും ഇങ്ങോട്ട് കയറി. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെ. ഒട്ടകപ്പക്ഷിയുടെ അടുത്ത് നിൽപ്പുണ്ട്. പുറത്തുണ്ടോ ഉജാല കണക്ക് മരുന്നിട്ടേക്കാണ് കളർ ഇരിക്കുന്ന ഈ ഒട്ടകപ്പക്ഷി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പുഴുങ്ങി വെച്ചേക്ക്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ കിട്ടിയ കുറെ നാള് പൊരിക്കാം. നമുക്ക് അടുത്ത റെപ്റ്റൈൽസിന്റെ അകത്തോട്ട് പോവാം. ഒരു അപ്പോൾ ഇനി നമുക്ക് റെപ്റ്റൈൽസിനെ കാണാൻ പോകാം ഗൈസ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് വേണ്ടി കാണാം. ഓക്കെ, കം ഓൺ. ഫസ്റ്റ് സ്നേക്ക്, ലോങ്സ്റ്റ് സ്നേക്ക് ഇൻ ദ വേൾഡ്. അതെവിടെയാണ് കിടക്കുന്നത്? അതാ കിടക്കുന്ന വെള്ളത്തിൽ കിടപ്പുണ്ട് ഗായ്സ്. അയ്യോ, ഇതിനകത്ത് വെച്ച് ഡെയറൊന്നും പറയില്ലേ. എല്ലാ സ്നേക്കുകളെയും ഇങ്ങനെ ഓരോരോ ചില്ലുകൂട്ടിനകത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? മൂർഖനൊക്കെ എവിടെ? അതിന്റെ അകത്തോട്ടിരിക്കുന്ന ഗ്ലാസ്. പ്ലീസ് ഡോണ്ട് ടച്ച് ദി ഗ്ലാസ്. കാരണം അതൊന്ന് കൊത്തും ഗൈസ്. അല്ലെങ്കിൽ നല്ല പേടിയുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അല്ലെങ്കിലും ഗ്ലാസ് ടച്ച് ചെയ്യത്തില്ല. ഇവിടെ കണ്ട ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഈ സൈഡിൽ കണ്ട കുരുങ്ങല്ലേ. ഇതിനകത്ത് വെള്ളമുണ്ട്. നീർക്കോലിയുണ്ട്, പിന്നെ വെള്ളാമയുണ്ട്, കരയാമയുണ്ട്. ഇവിടെ ഒരുപാട് തരം ആമ നീന്തി കളിക്കുന്നുണ്ട് ഗൈസ്. ആമ നമ്മൾ അടുത്തോട്ട് വരുന്ന ഗൈസ് എന്തോ സംസാരിക്കണം. ആമേനെ വേണോ വീട്ടിൽ കൊണ്ടുപോയി വളർത്താം? ചെറിയ പാമ്പ് ഇവിടെ കുറേ ഉണ്ടല്ലേ. കാട്ടുപാമ്പ് കാട്ടുപാമ്പ്. ഇതാ കാട്ടുപാമ്പ് ഇവിടെ നിൽക്കുന്ന ഗായ്സ്. എഴുതി പോണ കണ്ടാ. ഇതിന്റെ ഉള്ളിൽ ഒരു തരം സ്പൈഡറാണ് ഇവിടെ. ഞാൻ പോട്ടാ. ഇരിക്കുന്ന അങ്ങിരിക്കുന്ന ഇവിടെ ചുറ്റി പിണഞ്ഞിരിക്കണ ഗായ്സ്. ഇവിടെ ഇവിടെ അതോ ഇരിക്കണം. അവിടെ ഒരുപാട് കിടക്കണല്ലേ. കൂട്ടമായിട്ട് കിടക്കണ ഗായ്സ്. അത് ചേരയാണ് ഗായ്സ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പാമ്പാണ് ചേര. അയ്യോ,
അത് ഞാൻ എടുത്ത് എന്തരുത് വീണോടി അതിന്റെ ഇടയിൽ അത് പതുങ്ങിയിരിക്കും. നമ്മളപ്പം ഉരകങ്ങളെ കണ്ടു ഗായ്സ്. ഇനി നമുക്ക് അനാക്കോണ്ടേ കാണാൻ പോവാം ഗായ്സ്. അടിപൊളിയായിരുന്നു കേട്ടാ. മറ്റേ ആ ചേര ഇങ്ങനെ പോയി ഗായ്സ്. നമ്മള് ഇനി അടുത്ത അനാക്കോണ്ടെ കണ്ടു നിങ്ങക്ക്. നമുക്കിനി അനാക്കോണ്ടെ കാണാൻ പോവാം. ഐശ്വര്യ ഇവിടെ പാമ്പിന് പേനൊക്കെ ഉണ്ട് ഗായ്സ്. ചൂടെടുക്കുമ്പോൾ അതിന് കാറ്റ് കൊള്ളാനായിട്ട്. നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. ഗൈസ് എന്റെ തല അതിങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുവാണ് ഗൈസ്. ഇവിടെയാണ് രാജവെമ്പാല കിടക്കുന്നത്. കാണാനില്ല. രാജവെമ്പാലത്തും അതിന്റെ ഇടയിൽ കിടക്കുന്നു. ഇവിടെ അതിന്റെ ഇടയിൽ കിടക്കുന്ന ചെയ്ത് കാണിച്ച് ഇടയിൽ കിടക്കണ പാമ്പ് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് ഒരു മാതിരി. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലേ? ഇവിടെയൊക്കെ ഓരോ കുഞ്ഞു തല മൂരി ഭയങ്കര വിഷമുള്ള ഇതൊക്കെ അവിടെ ചുടുങ്ങി കൂടി കിടക്കുന്നുണ്ട്. ഇവിടെ കുറെ കുഞ്ഞു പാമ്പുകളൊക്കെ ഉണ്ട്. വൃത്തിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഗ്രില്ലിന്റെ ഇടയിൽ ഉണ്ട്. നമ്മളവിടെ നിന്നപ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന നമ്മൾ കേട്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്നില്ലെങ്കിൽ വന്നു.